ഹലോ ഓൾ, വെൽക്കം ടു ഒപ്റ്റിമൽ ഹെൽത്ത്. എൻ്റെ പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്. ഒരു വെൽനസ് ഓൺട്രപ്രണറാണ്. നമ്മൾ ഡയബറ്റീസിൻ്റെ സീരീസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി 4 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 5th സെഷനാണ്, 5ാമത്തെ സെഷൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. നമ്മൾ സെഷൻ 4 നമ്മൾ കണ്ടു, 4ാമത്തെ സെഷനിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ചും ഹൈപ്പർ ഇൻസുലിനീമിയെക്കുറിച്ചും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള കാരണം വേറൊന്നുമല്ല, ടു മച്ച് ഓഫ് വൈറ്റ് ഗ്രെയിൻസ്, അമിതമായിട്ടുള്ള തവിടെല്ലാം കളഞ്ഞിട്ടുള്ള ധാന്യാഹാരങ്ങൾ, വെളുത്ത ഇഡ്ഡലി, വെളുത്ത ചോറ്, വെളുത്ത പുട്ട്, വെളുത്ത അപ്പം, വെളുത്ത ദോശ, ഈ പറയുന്ന ആഹാരങ്ങളെല്ലാം കൂടുതൽ കഴിക്കുന്ന വ്യക്തികളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുമെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡയറ്റ് മെയിനായിട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ 80% നമ്മൾ കാർബോഹൈഡ്രേറ്റിനാണ്, അന്നജാഹാരത്തിനാണ് നമ്മൾ മെയിനായിട്ടും ആശ്രയിക്കുന്നത്. ഇന്ന് പറയപ്പെടുന്നത് 30 വയസ്സിന് മുകളിലുള്ള 70% ഇന്ത്യക്കാർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഗ്ലൂക്കോസിനെ കുറിച്ച് വളരെ കൺസേൺഡ് ആണ്. ബ്ലഡ് ഗ്ലൂക്കോസിനെ കുറിച്ച് വളരെ വളരെ കൺസേൺഡ് ആണ്. അത് പ്രമേഹ രോഗി ആയിരിക്കാം, പ്രമേഹ രോഗി അല്ലാത്ത വ്യക്തിയാവും, എല്ലാവരും ഗ്ലൂക്കോസിന്. ഞാൻ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ടു, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമലാണെന്ന് പല ആൾക്കാരും വളരെ സന്തോഷത്തോടു കൂടെ പറയാറുണ്ട്. പക്ഷേ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 താഴെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ഷുഗർ ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു സൂചന മാത്രമേ ഉള്ളൂ. ഭാവിയിൽ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടോ? അതിനുവേണ്ടി നമ്മൾ ഇൻസുലിൻ്റെ പെർഫോമൻസ്, നമ്മളെ ശരീരം ഇൻസുലിൻ എന്തുമാത്രം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, ഇൻസുലിൻ്റെ ആക്ഷൻ എങ്ങനെയാണ്, ഇൻസുലിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടെ അറിയാനുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് നമുക്ക് വളരെ അത്യാവശ്യം എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് HOMA-IR എന്ന് പറയും, HOMA-IR എന്ന് പറയും, ഹോമിയോസ്റ്റാറ്റിക് മോഡൽ അസസ്മെൻറ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയും. അതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യുക, ഫാസ്റ്റിങ്ങിൽ ഇൻസുലിൻ ലെവൽസും ചെക്ക് ചെയ്യുക. മനസ്സിലാക്കുക, ഇൻസുലിനെ കുറിച്ച് നമ്മൾ ആരും തീരെ കൺസേൺഡ് അല്ല. നമ്മൾ ഓൾറെഡി വി ആർ ഓൺലി കൺസേൺഡ് അബൌട്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. പക്ഷേ HOMA-IR എന്ന് പറയുന്നത് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ലെവൽ, നമ്മൾ ഇൻസുലിൻ കോശങ്ങളോടുള്ള വിരക്തി എന്തുമാത്രം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഗ്ലൂക്കോസ് ഇൻടോളറൻസ് എന്ന് പറയും. ഗ്ലൂക്കോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് നമ്മൾ വെളുത്ത ധാന്യാഹാരങ്ങൾ കഴിക്കുന്ന സമയത്ത് കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആയിട്ടൊരു മടുപ്പ് വരും, കോശങ്ങൾക്ക് ഇൻസുലിനോടും മടുപ്പ് വരും, മതിയാവും, കോശങ്ങൾ ഫെഡപ്പ് ആവും, ഗ്ലൂക്കോസിനോടും ഇൻസുലിനോടും ഫെഡപ്പ് ആവും. ആദ്യം നമ്മൾ ശരീരത്തിൽ ഷൂട്ടപ്പ് ആവുന്നത് ഇൻസുലിനാണ് നമ്മൾ കണ്ടു. കാരണം എന്താ, നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രി എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ധാന്യാഹാരം ആയതുകൊണ്ട് തന്നെ നമ്മളെ ശരീരം അമിതമായിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് കൺവെർട്ട് ചെയ്തെടുക്കുന്നു. ഈ പറയുന്ന ഗ്ലൂക്കോസിനെ എല്ലാം മെറ്റബലൈസ് ചെയ്ത് കോശത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ടൂ മച്ച് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് ടൂ മച്ച് ഓഫ് ഇൻസുലിൻ ഉൽപാദനത്തിന് കാരണം. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിനെ ദഹിപ്പിച്ചെടുക്കാനായിട്ട്, മെറ്റബലൈസ് ചെയ്തെടുക്കാനായിട്ട് ബോഡി കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തും. അതിനെയാണ് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് ഇൻടോളറൻസ് ഹൈ റിസ്ക് ആണ്, ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഹൈ റിസ്ക് ആണ്. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റിന് അളവ് നന്നായിട്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ കമ്മിങ് ബാക്ക് ടു HOMA-IR, ഹോമിയോസ്റ്റാറ്റിക് മോഡൽ അസസ്മെന്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയും. വളരെ സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക, ഫാസ്റ്റിങ്ങിൽ ഇൻസുലിൻ ലെവലും കൂടെ ചെക്ക് ചെയ്യണം. ഇതേവരെ ചെക്ക് ചെയ്യാത്തൊരു സംഗതിയായിരിക്കും പല ആൾക്കാർ, ആദ്യമായിട്ടായിരിക്കും പല ആൾക്കാർ കേൾക്കുന്നുണ്ടാവുക. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം, ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽസ് ചെക്ക് ചെയ്യണം. ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 90 ആണെന്ന് വിചാരിക്കുക, നിങ്ങളെ ഫാസ്റ്റിങ്ങിൽ ഇൻസുലിൻ്റെ ലെവല് 10 ആണെന്ന് വിചാരിക്കുക. 90 × 10 എത്രയായി? 900 ആയി. ഈ സംഖ്യ 405നെ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 900 / 4.5 കിട്ടുന്ന സംഖ്യ ഏകദേശം 2.25 2.3 അടുത്തേക്ക് വരുന്നുണ്ടാവും. ശരിയല്ലേ? ഈ പറയുന്ന സംഖ്യ 1.9 വരെ ആവാം. HOMA-IRന്റെ വാല്യൂ 1.9, മാക്സിമം 1.9 വരെ വരാം. എബോവ് 1.9ലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണെന്ന് അർത്ഥം. ഇൻസുലിൻ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കോശങ്ങൾക്ക് ഇൻസുലിനോടും ഗ്ലൂക്കോസിനോടുള്ള മടുപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. വീണ്ടും നമ്മൾ അറിയാതെ ഈ സമയത്ത് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രമാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇൻസുലിൻ്റെ ലെവൽ, നമ്മൾ ഇൻസുലിൻ്റെ പെർഫോമൻസ് ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ
വീണ്ടും വീണ്ടും നമ്മൾ അന്നജാഹാരം കഴിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് കൂടുതലെത്തും. ഇതിനെ മെറ്റബലൈസ് ചെയ്യാനായിട്ട് ശരീരം വീണ്ടും ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും ഇൻസുലിൻ ലെവൽസ് വർദ്ധിച്ചു വരുന്നുണ്ടാവും. ഈ ഒരു അവസ്ഥേനെയാണ് എന്ത് പറയുന്നത്, പ്രീ ഡയബറ്റീസിലേക്ക് എത്തിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഡയബറ്റീസ് നമുക്കറിയാം, ഡയബറ്റീസിൽ മുന്നേ വരുന്ന ഒരു സിറ്റുവേഷനാണ് പ്രീ ഡയബറ്റീസ്. പ്രീ ഡയബറ്റീസിന് മുൻപ് ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഹൈപ്പർ ഇൻസുലിനീമിയ. ഹൈപ്പർ ഇൻസുലിനീമിയയ്ക്ക് മുൻപ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഗ്ലൂക്കോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് ഇൻടോളറൻസിന് മുന്നേ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ മുന്നേ ഉണ്ടാവുന്ന ഒരു അവസ്ഥ തന്നെയാണ് പറയുന്നത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു പ്രമേഹ രോഗി ഓവർ എ പീരീഡ് ഓഫ് ടൈം പ്രമേഹ രോഗി ആയതല്ല. നമ്മൾ പാർട്ട് 1 നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ മാസം ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ ലെവൽ 90, ഈ മാസം ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ ലെവൽ 300. ഈ ഒരു മാസം കൊണ്ട് ഉണ്ടായതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓവർ എ പീരീഡ് ഓഫ് ടൈം വന്നതല്ല. ആദ്യം ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയാണ്, പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് വന്നു, പിന്നെ ഗ്ലൂക്കോസ് ഇൻടോളറൻസിലേക്ക് പോയി, പിന്നെ ഹൈപ്പർ ഇൻസുലിനീമിയയിലേക്ക് പോയി, പിന്നെ പ്രീ ഡയബറ്റിക് ആയി, പിന്നെയാണ് ഒരു വ്യക്തി പ്രമേഹ രോഗിയാവുന്നത് എന്ന് മനസ്സിലാക്കി. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്.